കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് മത്സ്യബന്ധന മേഖല വലിയ ആശങ്കയിലായിരുന്നു. കാരണം മത്സ്യവിപണനം നടക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് സാധാരണ നിലയിലേക്ക് വന്നപ്പോഴാണ് മറ്റൊരു പ്രതിസന്ധി അവരെ ബാധിച്ചിരിക്കുന്നത്. അതായത് കൊച്ചിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ ഉപയോഗിച്ച വലകൾ കൂട്ടത്തോടെ നശിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കാണാം, ഇത്തരത്തിൽ വലകൾ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇന്നലെ ഇവിടുന്ന് പോയ 5ഓളം ബോട്ടുകളുടെ വലകളുടെ അവസ്ഥ ഇതാണ്. ഒരുപാട് 1000 കിലോ വലയോളം ഞങ്ങളുടെ പോയിട്ടുണ്ട്. 1000 കിലോ വില. എത്ര രൂപ? 1000 കിലോ വിലക്ക് 6 ലക്ഷം രൂപ അടുക്ക വരും. പിന്നെ തൊഴിലാളികളുടെ അധ്വാനം. ഇന്നലെ പോയിട്ട് ഒന്നും കിട്ടിയില്ല, എണ്ണച്ചെലവ് നഷ്ടം. ഇത്തരം നഷ്ടങ്ങളാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടുന്ന് പോയ 75% വള്ളങ്ങൾക്കും ഇന്നലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിപ്പോ പുതിയ പുതിയ ഉടക്കുകളും പുതിയ സ്ഥലത്തൊക്കെയാണ് ഈ ഉടക്കുകൾ വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം ഞങ്ങൾക്ക് ഈ കപ്പൽ മുങ്ങിയതിന് ശേഷമാണ് ഇത്രയും അപകടം ഉണ്ടായേക്കണം. കീറിപ്പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് വല ഉടക്ക് പിടിക്കുന്ന ഭാഗത്തുനിന്ന് അങ്ങനെ പറഞ്ഞ് വല നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കടലിൽ വരുമ്പോൾ 1000 രൂപയും 5 കിലോ റേഷനും സൗജന്യ റേഷനായിട്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കല്ല. ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തരിക, അത് സർക്കാരുകളുടെ ബാധ്യതയാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് റിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള തൊഴിലാളികളുടെ വേതനം അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പോകും. അപ്പോഴും 19 തൊഴിലാളികളിൽ നിന്ന് തൊഴിലെടുക്കുമ്പോൾ ഒരു ദിവസത്തെ വേതനത്തിന്റെ കാര്യവും നമുക്ക് പറയാവുന്നേ ഉള്ളൂ. എത്ര രൂപ വരുമെന്ന്. ഒരു ദിവസം 50,000-60,000 രൂപ വേതനം തന്നെ വരും. തോപ്പുംപടി ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 5ഓളം ബോട്ടുകളുടെ വലയും ഇത്തരത്തിൽ നശിച്ചിട്ടുണ്ട്. തോപ്പുംപടിയിൽ ഇപ്പോൾ 5 വള്ളക്കാർ കിടപ്പുണ്ട്. 5 വള്ളക്കാരെ വലപ്പണി ഇതേപോലെയാണ്. 2 ദിവസം 3 ദിവസമൊക്കെ പിടിക്കുന്നത്. എങ്ങനെ പോയാലും ഒരു 10 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു 40,000-40,000 രൂപയുടെ ചാളയാണ് വലടത്ത് കയറിയത്. അതെല്ലാം പോയി. വലകൾ കൂട്ടത്തോടെ നശിച്ചത് മത്സ്യബന്ധന മേഖലയ്ക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർക്കാർ സഹായം വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. നിഖിൽ ജോസഫിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.